ഈ വർഷക്കാലം നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് ഈ സഭയ്ക്ക് തന്നതായ തീം ഇന്റിമസി വിത്ത് ഗോഡ് എന്നുള്ളതായിരുന്നു. ദൈവത്തോടുള്ള അഭേദ്യമായ ബന്ധം. കർത്താവിന്റെ സ്തോത്രം. ആ ദൈവിക ബന്ധത്തിൽ നമുക്ക് നൽകിയതായ കർത്താവിന്റെ സ്തോത്രം കീ വേഴ്സ് ഫിലിപ്പീൻസ് ചാപ്റ്റർ 3 വേഴ്സ് 10 ആയിരുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യമാണ് കർത്താവിന്റെ സ്തോത്രം. അവിടെ നാം ചിന്തിച്ചു വന്നത് യേശുവിനെ അടുത്തറിയുക. സ്തോത്രം. നമുക്ക് യേശുവിനെ കുറിച്ചറിയാം എന്നുള്ളതല്ല, യേശുവിനെ അനുഭവിച്ചറിയാം. യേശുവിനെ അനുഭവിച്ചറിയാം എന്ന ബന്ധത്തിൽ 3 കാര്യങ്ങൾ കർത്താവിന്റെ സ്തോത്രം നാം അറിയണം. ഒന്ന്, യേശു എന്ന വ്യക്തിയെ വളരെ പേഴ്സണലായിട്ട് നാം അനുഭവിച്ചറിയണം. യേശു ക്രിസ്തുവിനെ മരിച്ചുയർപ്പിച്ച ആ പുനരുദ്ധാന ശക്തി കർത്താവിന്റെ സ്തോത്രം ഒരു തിയറിയായിട്ട് അറിയല്ല. കഴിഞ്ഞ സൺഡേയിൽ നാം മനസ്സിലാക്കിയല്ലോ, അത് ജീവിതത്തിൽ അനുഭവിച്ചറിയണം. കർത്താവിന്റെ സ്തോത്രം. 3-ാമത്തെ പോയിന്റിലേക്ക് കടന്നു വരട്ടെ. 3:10 കൂടെ വായിക്കാം. ഫിലിപ്പീൻസ് ചാപ്റ്റർ 3 വേഴ്സ് 10. One more time. മതി നോക്കുക. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു 3 കാര്യങ്ങൾ അവനെ അറിയുവാൻ, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അറിയുവാൻ, അവന്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുവാൻ. ഞാനെല്ലാം ചവറം കണ്ടു. 3-ാമത്, how we can have an intimate relationship with God. First thing, know Christ very personally. Second thing, know the power of resurrection very personally. Third, know the suffering of Christ. Have an intimate experience with the suffering of Christ, pain of Christ. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം അത് അനുഭവിച്ചറിയുക. എന്താണ് അതിന്റെ അർത്ഥം? 3:10 in English. I may know him. Okay. And the fellowship of his sufferings. Being conformed to his death. I may know the fellowship of his suffering. Being conformed to his death. I may know him. I may know the fellowship of his suffering, being conformed into his death. അതായത് യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയായി തീരുന്ന ആ കഷ്ടതയോട് ഒരു കൂട്ടായ്മ അനുഭവിച്ചറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ പങ്കാളിയായി തീരുന്ന കഷ്ടതയെ അനുഭവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് അതിന്റെ അർത്ഥം? ഇന്ന് പലക്കാലം അടുത്ത മെസ്സേജിലും ഞാൻ ഇതൊന്ന് അൺവായിക്കുവാൻ താല്പര്യപ്പെടുന്നതിന്റെ അർത്ഥം. കർത്താവിന്റെ സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് 2 സ്തോത്രം മീനിംഗ് ഉണ്ട്. ഈ ഭാഗത്ത് 2 അർത്ഥങ്ങളുണ്ട്. ഇറ്റ് ഹാസ് ആൻ ഇൻവേർഡ് മീനിംഗ് ആൻഡ് ആൻ ഔട്ട്വേർഡ് മീനിംഗ്. അതിന് കർത്താവിന്റെ സ്തോത്രം ഒരു ആന്തരികമായ സ്തോത്രം ആശയമുണ്ട്, ബാഹ്യമായ ആശയമുണ്ട്. ഇന്ന് മലക്കാലം അതിന്റെ ആന്തരികമായ ആശയം ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. കർത്താവിന്റെ സ്തോത്രം. സിമ്പിളായിട്ട് പറഞ്ഞാൽ, അതായത് യേശുവിന്റെ മരണത്തെ ഞാനും നീയും മാർമികമായി അനുഭവിക്കുന്ന ഒരു മിസ്റ്റിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട്. യേശു ക്രിസ്തുവിന്റെ മരണത്തെ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ എല്ലാവരും മാർമികമായി അനുഭവിക്കുന്ന അനുഭവം. അതാണ് ഇന്റേണൽ എക്സ്പീരിയൻസ്. മറ്റത് യേശു ക്രിസ്തുവിന്റെ കാൽവരിയിൽ യേശു നമുക്ക് വേണ്ടി വേദനയേറ്റതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ കഷ്ടതയ്ക്കും ഒരു സ്ഥാനമുണ്ട്. കർത്താവിന്റെ സ്തോത്രം. അതായത് അക്ഷരാർത്ഥത്തിൽ കഷ്ടതയ്ക്ക് ഒരു സ്ഥാനമുണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ. ഒന്നാം മറിച്ച് കർത്താവിന്റെ സ്തോത്രം അതിന് ഒരു സൈഡിൽ നമ്മുടെ ആന്തരികമായി യേശുവിന്റെ കഷ്ടതയെ നാം ആത്മീയമായി അനുഭവിക്കുന്ന ഒരു അനുഭവമുണ്ട്. കർത്താവിന്റെ സ്തോത്രം. രണ്ടാമത്തേത് ബാഹ്യം അനുഭവിക്കുന്ന കഷ്ടതയെ കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കാം. ഇന്ന് വൽക്കാലം സ്തോത്രത്തിന്റെ ആന്തരിക അർത്ഥത്തെ കുറിച്ച്. What does it mean? Be conformed to his death. How can we become conformed to his death? യേശുവിന്റെ മരണത്തിന് അനുരൂപമായി എങ്ങനെ അനുഭവിക്കാൻ കഴിയും? യേശുവിന്റെ മരണത്തെ അനുരൂപമാക്കപ്പെടുവാൻ എങ്ങനെ കഴിയും? ശ്രദ്ധിച്ച്, യേശുവിന്റെ മരണത്തിന് അനുരൂപമായ ഒരു അനുഭവം ക്രിസ്ത്യ ജീവിതത്തെ യാത്രയിൽ അത് അക്ഷരാർത്ഥത്തിൽ എടുത്താൽ എന്ത് ചെയ്യണം? യേശുവിന്റെ
അതേപടി അനുഭവിക്കണമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ എന്തോ ചെയ്യണം? അക്ഷരാർത്ഥത്തിൽ മനസ്സിലായി പറയാം എന്തോ മരിക്കണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതുപോലെ മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിന്? ആദ്യത്തെ സന്ദേശം പറഞ്ഞു പോകരുത്. ഇങ്ങനെ വല്ല വിധേനയും എന്ന് പറഞ്ഞാൽ ആ ടെലിക്കോസ് എന്തോ ചെയ്യണം? എനിക്ക് മരിച്ചുകൊണ്ടിരുന്ന പുനരുദ്ധാനം പ്രാപിക്കണം. എനിക്ക് പുനരുദ്ധാനം പ്രാപിക്കണമെങ്കിൽ ഇവിടെ താമസിച്ചാൽ മതി. 50 വർഷം, 30 വർഷം, 40 വർഷം, 70 വർഷം, 90 വർഷം, 101 വർഷം ഇവിടെ താമസിച്ച് സെഞ്ചുറി അടിച്ചിട്ട് പോയാൽ മതിയെങ്കിൽ ഇതൊന്നും അനുഭവിക്കണ്ട. എന്നാൽ മരിച്ചവരിൽ നിന്നും വല്ലവിധേനെ പുനരുദ്ധാനം പ്രാപിക്കണമെങ്കിൽ യേശുവിനെ വ്യക്തിപരമായി അറിയാം. 2, യേശു ക്രിസ്തുവിനെ മരിച്ചവരെ ഉയർപ്പിച്ച പുനരുദ്ധാനത്തിന്റെ ശക്തിയെ അനുഭവിച്ചറിയാം. 3, യേശു ക്രിസ്തുവിന്റെ കഷ്ടതയുടെ കൂട്ടാളികൾ പങ്കാളിയാകുക. ഇതൊരു ഭയങ്കര ടാസ്കാണ്. എങ്ങനെ യേശുവിന്റെ കഷ്ടതയിൽ കൂട്ടാളിയാവാൻ കഴിയും? യേശു മരിച്ചതുപോലെ മരിക്കുക സാധ്യമോ? യേശു മരിച്ചതുപോലെ മരിക്കുക അക്ഷരാർത്ഥത്തിൽ സാധ്യം. അതുകൊണ്ട് ദൈവം ഒരു വഴിയൊരുക്കി. എന്താ വഴിയൊരുക്കിയ? കർത്താവിന്റെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മരണം എന്റെ മരണമാണെന്ന് ഹൃദയമായി വിശ്വസിച്ച് പാപിയായ എന്നെ, ദോഷിയായ എന്നെ, മരണത്തിൽ വിധിക്കപ്പെട്ട എന്നെ സ്തോത്രം ദൈവത്തോട് വിലപ്പിക്കുക, സ്വർഗ്ഗത്തിലേക്ക് വരുവാൻ, ദൈവത്തിന്റെ മകനാക്കുവാൻ, എന്നെ വീണ്ടെടുക്കുവാൻ, എന്നെ നീതിമാനാക്കുവാൻ പിതാവായ ദൈവം പാപിയായ എന്നെ വീണ്ടെടുക്കുക തന്റെ പുത്രനെ കാൽവരിയിൽ തകർത്തു. പുത്രന്റെ മരണം എന്റെ മരണമാണ്, എന്റെ മരണമാണ്. യേശു ഏറ്റെടുത്താണ് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വിശ്വസിക്കുന്ന ദൈവത്തിനെ അംഗീകരിക്കുക. എന്റെ ആ വിശ്വാസത്തെ ഹൃദയത്തിൽ നിന്നുള്ളതായ ആരംഭ ഈ വിശ്വാസത്തെ ദൈവം അതിന് അംഗീകരിക്കുകയാണ്. കർത്താവിന്റെ സ്തോത്രം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയും ആ പുതിയ നിയമത്തില് ഈ വാക്ക് ഉപയോഗിച്ച് be conformed to his death, അവന്റെ മരണത്തിന് പങ്കാളിയാകുക എന്നുള്ള ഈ പദം ഗ്രീക്ക് ഭാഷയിൽ ഒറിജിനൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് മാത്രമാണ്. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ ഈ ഭാഗത്ത് അതുപോലെ സിമിലറായ മറ്റൊരു പദം പുതിയ നിയമത്തിൽ കാണുന്നു. കർത്താവിന്റെ സ്തോത്രം. അത് 6-ാം അധ്യായം റോമൻ 6:5 റോമാലേഖനം 6-ാം അധ്യായം 5-ാം വാക്യം. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കുക. യേശുവിന്റെ മരണത്തിന് ഐഡന്റിഫൈ ചെയ്യുക. യേശുവിന്റെ മരണത്തെ ചുമ്മാ എടുക്കരുത്. The death of Christ is not a casual death. The death of Christ is not an ordinary death. Jesus didn't die like anybody. He didn't die because he had to die. യേശു മരിക്കുന്നത് ഒരു സാധാരണ മരണമായിരുന്നില്ല. ഒരു സാധാരണ മരണമല്ല യേശുവിന്റെ. അവൻ എന്തുകൊണ്ട് മരിച്ചു? ദൈവത്തിന്റെ പുത്രൻ എന്തുകൊണ്ട് മരിച്ചു? സൃഷ്ടിയായ ദൈവം സൃഷ്ടിയുടെ കരം കൊണ്ട് എന്ന് മരിച്ചു. ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ദൈവിക കോടതി പാപം ചെയ്ത മനുഷ്യനെ ശിക്ഷിച്ചു. യേശു ക്രിസ്തു മരിച്ചു വെറുതെയല്ല. പാപത്തിന്റെ ശമ്പളം മരണം. റോമർ 6:23 റോമൻ 6:23 റോമർ 6:23 നോക്കുക. പാപത്തിന്റെ ശമ്പളം മരണം. ദൈവത്തിന്റെ കോടതിയിലെ വിധിയാണ്. പാപി മരിക്കണം. അത് ദൈവിക വ്യവസ്ഥയാണ്. It is the law of God. Sinner must die. The wages of sin is death. Then if it is the case, who can live? We all have to die. അങ്ങനെയെങ്കിൽ ആർക്ക് ജീവിക്കാൻ സാധിക്കും? പാപമില്ലാത്തവരാരുണ്ട്? നമുക്ക് 2 തരത്തിലുള്ള പാപമുണ്ട്. ജന്മനാ പാപം, ജന്മം കൊണ്ട് പാപിയാണ്. ആദമ്യപാപ നിമിത്തം 2 കർമ്മം കൊണ്ടുള്ള പാപി. ഈ 2നും നമ്മെ മോചനം വരുത്തുവാനാണ് യേശു കാൽവരിയിൽ മരിച്ചപ്പോൾ സ്വന്തം പാപി മരിക്കണം. പാപത്തിൽ നിന്ന് മോചനത്തിൽ ഒറ്റ ഭാഗ്യമേ ഉള്ളൂ. എന്ത്? ദൈവത്തിന്റെ വ്യവസ്ഥ. പാപി മരിക്കണമെന്നുള്ള ദൈവത്തിന്റെ വ്യവസ്ഥ നടന്നേ പറ്റത്തുള്ളൂ. അങ്ങനെങ്കിൽ ആര് മരിക്കും? എല്ലാവരും മരിക്കണ്ടേ? ആരുണ്ട് പാപമില്ലാത്തവൻ? എല്ലാവരും പാപികളായില്ലേ? ദൈവം നമ്മുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി പിതാവായ ദൈവം
മരിച്ചുകൊണ്ട് അവന്റെ കഥ അവസാനിക്കുമെന്ന് അറിയാം. പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ മരിക്കുന്നവരെ എഴുന്നേൽക്കത്തില്ല. ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം തന്നെ കർത്താവിന്റെ സ്തോത്രം പാപത്തിന്റെ ഉത്തരവാദിത്വം ശ്രദ്ധിക്കൂ. ആ പാപത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവൻ പാപം ചെയ്തിട്ടല്ല, അവൻ പാപിയായിട്ടല്ല, പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ, പാപം തീണ്ടിട്ടില്ലാത്തവൻ, പാപം എടുത്തു പോലും ചെല്ലാത്തവൻ. ഹല്ലേലൂയ. മാനവജാതിയുടെ പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവരിയിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഭാരതയാഗമായി തീർന്നു. അപ്പോൾ ഈ സത്യം തലകൊണ്ടല്ല, ബുദ്ധി കൊണ്ടല്ല, പിന്നെയോ യേശു ക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് ഹൃദയംഗമായി വിശ്വസിച്ച ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും യേശുവേ എന്നോട് കരുണ തോന്നണമേ, എന്റെ പാപിയായവൻ വേണം, എന്റെ പാപത്തെ ക്ഷമിച്ച് എന്റെ ഉള്ളിൽ കടന്നു വന്ന് നീ എന്നെ നിന്റെ മകനാക്കി തീർക്കണമേ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വേണ്ടത് ആ പ്രാർത്ഥനയെ ദൈവം അംഗീകരിക്കുകയാണ്. എന്നെ പലപ്പോഴും ചെയ്യാറുള്ള ഭാഗമാണ് ക്രൂശിലെ ഒരു കള്ളൻ. ചിലർ ചോദിക്കാറുണ്ട്, ക്രൂശിലെ കള്ളൻ അത് ചെയ്തിട്ടുണ്ടോ ഇത് ചെയ്തിട്ടുണ്ടോ? ക്രൂശിലെ കള്ളൻ സ്വത്രം രണ്ട് കള്ളന്മാരിൽ ഒരുവൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അവനെന്താ പറഞ്ഞേ, നീ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ചില മിറക്കിളൊക്കെ ചെയ്താൽ, അത്ഭുതമൊക്കെ കാണിച്ചാൽ എന്നെയും കൂടെ ഇറക്കി അത് ചെയ്ത് എന്നെ ഇവിടുത്തെ അതുവാക്കിയാൽ ഞാൻ നിന്നെ വിശ്വസിച്ചോളാം. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ മറുകള്ളൻ ആ ചുരുങ്ങിയ നിമിഷത്തിൽ കിട്ടിയ അവസരത്തിൽ അവന്റെ ഉള്ളിൽ നിന്ന് മനസ്സിലായി, ഇവൻ രാജാതിരാജാവാണ്, യേശു സാധാരണ മനുഷ്യനല്ല, യേശു രാജാതിരാജാവാണ്, ഇവൻ ഒരിക്കൽ രാജാതിരാജാവായിട്ട് വരും. അതുകൊണ്ട് കിട്ടിയ നിമിഷത്തിൽ അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചില്ല, കർത്താവേ ദൈവമേ എനിക്ക് അവസരം തന്ന ഇതിൽ നിന്ന് ഇറക്കിയ ഞാൻ പള്ളിയിലോട്ട് പോയി അച്ഛനോട് നേരിട്ട് പറഞ്ഞ് പാസ്റ്റോട് നേരിട്ട് എന്ന് പറഞ്ഞ് ഞാനത് ചെയ്തേക്കാണല്ല. ആ കടന്ന് കിടപ്പിൽ കിടന്നുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രാർത്ഥന, കർത്താവേ നിന്നെ ഓർത്തുകൊള്ളണമേ. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇനി മറ്റേ കള്ളന്റെ കൂട്ട്, മറ്റേ കള്ളനെ ഞാൻ വിശ്വസിക്കുന്നത് യേശു ക്രൂശിൽ ഇറക്കി അവനെ പീലാത്തോസിന്റെ കസേരയിൽ ഇരുത്തിയാലും അവനെ യേശു വിശ്വസിക്കത്തില്ല. പീലാത്തോസിന്റെ കസേരയിൽ ഇരുത്തി ചക്രവർത്തിയുടെ കസേരയിൽ ഇരുത്തിയാലും അവൻ വിശ്വസിക്കത്തില്ല. വിശ്വസിക്കുവാൻ സ്വന്തം ബുദ്ധി കൊണ്ടല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിന്റെ അന്തർഭാഗങ്ങളിൽ നിന്റെ ആത്മാവിന്റെ ഭാഷയിൽ ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ സംശയിക്കാതെ വേണം, കർത്താവേ ഞാനിതാ എന്ന് പറഞ്ഞാൽ മടിക്കാതെ വേണം, ഭയക്കാതെ വേണം, പേടിക്കാതെ വേണം. യേശുവിനെ അംഗീകരിക്കുമ്പോൾ യേശുവിനെ അംഗീകരിക്കുകയാണ്. യേശുവിന്റെ മരണം നീ അംഗീകരിക്കുമ്പോ എന്റെ മരണം യേശു ഏറ്റെടുത്തു, എന്റെ പാപം അതിന് ഉത്തരവാദിത്വം യേശു ഏറ്റെടുത്തു, എനിക്ക് വേണ്ടി യേശു മരിച്ചു, ഞാൻ പാപിയാണ്, യേശു എന്നെ അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ മനസ്സോടെ അംഗീകരിക്കുന്നില്ല. ഇനി ഒരു ചോദ്യം സാധാരണ യേശു മരിക്കേണ്ട ആവശ്യമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു നീതിയുടെ മരണമായിരുന്നു. പാപം ചെയ്യുന്നതേ മരിക്കണം. ദൈവത്തിന് നിവർത്തിക്കുവാൻ യേശു മരിച്ചേ മതിയാകത്തുള്ളൂ. നമ്മെ രക്ഷിക്കുവാൻ യേശു ആ പാപത്തിന് ഉത്തരവാദിത്വം പാപം ഏറ്റെടുത്ത് മരിക്കണമായിരുന്നു. എന്തുകൊണ്ട് യേശു മരിക്കണം? ഞാൻ ഒന്നിയുടെ വാക്യം മാത്രം വായിക്കട്ടെ. മത്തായി 26:42, Matthew 26:42. Why the death of Jesus was needed? Why Jesus died? Why Jesus drank the cup of the cross? നിങ്ങൾക്കറിയാവുന്ന പ്രാർത്ഥനയാണ്. യേശു പറയുകയാണ്, കർത്താവേ ഇത് അത് ഞാൻ കുടിക്കാതെ, നിങ്ങൾക്കറിയാലത് ഈ പാനപാത്രം ഞാൻ കുടിച്ചേ മതിയാകൂ, കുടിക്കാതെ വേറെ രക്ഷയില്ലെങ്കിൽ ശ്രദ്ധിക്കൂ, ഞാനത് കുടിച്ചേക്കാം. സ്തോത്രം. പുത്രനായ യേശു പിതാവാം ദൈവത്തോട് പറയുകയാണ്, കർത്താവേ വേറെ ഭാഷ പറഞ്ഞാൽ പാപപരിഹാരത്തിന് വേറൊരു മാർഗമില്ലെങ്കിൽ, പാപമോചനത്തിന് വേറൊരു മാർഗമില്ലെങ്കിൽ, ഇത് മാത്രമുള്ളെങ്കിൽ ഞാനത് കുടിക്കാൻ തയ്യാറാണ്. മനുഷ്യന്റെ പാപം വഹിച്ച് യേശു മരിക്കുകയായിരുന്നു. യേശു പറഞ്ഞത് ചിലർ പറയാറുണ്ട് കളിയാക്കി, യേശു മരിക്കുന്നതിന് പേടിയാണ്. അയ്യോ, യേശുവിന് മരണം പേടിയില്ലായിരുന്നു. കർത്താവെ ഞാൻ കുടിക്കാതെ നീങ്ങി പോകത്തില്ലെന്ന്. മാനവജാതിയുടെ പാപം, ഡെത്ത് സെന്റൻസ്, അവന്റെ മേൽ തൂങ്ങുന്ന തൂക്കുകയർ,
യേശുവിന്റെ മരണത്തെ വൃഥാവായി എടുക്കരുത്. ദൈവനീതിയായിരുന്നു ഹൃദയം കൊണ്ട്. അടുത്ത ചോദ്യം ഒരു വാക്യം കൂടെ. ഐശയ്യാ 53:5 ആ പദത്തിൽ, ആ വാക്യത്തിൽ 3 പ്രാവശ്യം പറയുന്നു നമ്മുടെ 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 വായിച്ചു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം. അടുത്തത് നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ അതിക്രമങ്ങൾ, നമ്മുടെ അകൃത്യങ്ങൾ. അടുത്തത് നമ്മുടെ സമാധാനത്തിന്. ശ്രദ്ധിക്കുക, നമ്മുടെ അകൃത്യങ്ങൾ വഹിച്ചുകൊണ്ട്, നമ്മുടെ പാപത്തിന്റെ കടമ ഏറ്റെടുത്തുകൊണ്ട്, നമ്മുടെ പാപത്തിന്റെ സ്വത്വം ശിക്ഷാവ് ഏറ്റെടുത്തുകൊണ്ട്, നമ്മുടെ അകൃത്യത്തെ വഹിച്ചുകൊണ്ട്, നമ്മുടെ സ്വത്വം ഇവിടേക്ക് വെച്ചുകൊണ്ട് നിവർത്തി ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകുമെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ അവിടെ ഒറ്റ കൈവച്ച്, ഇല്ലെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് ഒന്ന് പേഴ്സണലൈസ് ചെയ്യാമോ? എന്റെ അകൃത്യ നിമിത്തം യേശുവേ, എന്റെ അതിക്രമ നിമിത്തം യേശുവേ, എന്റെ സമാധാനത്തിന് നീ മരിച്ചല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അത് ഹൃദയംഗമായി ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ വൈദ്യുതി എന്താണ്? പിന്നെ സ്തോത്രം 5 അവന്റെ അത് വായിക്കുമ്പോൾ അവന്റെ ശിക്ഷ, സമാധാനത്തിന്റെ ശിക്ഷ അവന്റെ മേൽ, യേശുവിന്റെ മേലായി, യേശുവിന്റെ മേൽ ചുമത്തി. സ്തോത്രം. പാപമില്ലാത്ത ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ മേൽ ആ കുറ്റം ചുമത്തി. കർത്താവിന് സ്തോത്രം. 10-ാം വാക്യം ചില ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നിങ്ങൾ ശ്രദ്ധിച്ച്, അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി. The soul of Christ became a sacrifice. കർത്താവിന് സ്തോത്രം. അടുത്തത് 11 അടുത്ത പദം അവന്റെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. ഒരകൃത്യയാഗമായി തീർന്നു അവൻ നമ്മുടെ അകൃത്യങ്ങളെ വഹിക്കും. അടുത്തത് 12ന്റെ ഇടവെച്ച് അവൻ തന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് ഒഴുക്കിക്കളയും. പിന്നെ ആ സാക്രിഫൈസ് ലാംഗ്വേജ്. കർത്താവിന് സ്തോത്രം. 12-ാം വാക്യം because he poured out his soul. Okay, himself then was numbered with the transgressors. Okay, that he himself bore he bore the sin of many. The sin of many. He bore the sin of all. അവൻ നമ്മുടെ പാപത്തെ വഹിച്ചു. ഞാൻ പറയുന്നതിന്റെ അർത്ഥം, യേശു സ്തോത്രം മരണം സാധാരണ മരണമല്ലായിരുന്നു. വെറുതെ കാഷ്വലായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താണ്? സഹോദര സഹോദരി, അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചോദ്യം ഇതാണ്: യേശുവിന്റെ സഫറിങ്ങിൽ നാം എങ്ങനെയാണ് പങ്കാളികളാകുന്നത്? ശരിയാണോ? ഞാൻ ചോദ്യം ചോദിക്കട്ടെ. സ്തോത്രം. ഇനി ദൈവം നീതിമാൻ. ശ്രദ്ധിക്കൂ, ദൈവം നീതിമാനാണല്ലോ. എല്ലാവർക്കും അറിയാം, ദൈവത്തിൽ പാപമില്ല, ദൈവത്തിൽ മുഖപക്ഷമില്ല, ദൈവം നീതിമാൻ. സ്തോത്രം. എന്താണ് ദൈവത്തിന്റെ നീതി? പാപം ചെയ്യുന്നവൻ മരിക്കും. സ്തോത്രം. തന്റെ പുത്രനെ കാൽവരിയിൽ ആ പാപം വഹിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന്റെ അവസ്ഥ എന്താണ്? അവനിൽ വിശ്വസിച്ച്, അവനെ അംഗീകരിച്ച്, സ്തോത്രം, അവന്റെ വചനമനുസരിച്ച് മുന്നോട്ട് പോകുന്നവൻ നിത്യശിക്ഷാവിന് രക്ഷപ്പെടും. ഏതായാലും ശരി, നല്ല ഇനം മതി, അങ്ങോട്ട് ഇടം. സഹോദര, നല്ല നീതും എല്ലാവരും അങ്ങോട്ട് പോയി. ഇവിടെ പറയാൻ കൊള്ളാം, ദൈവപുത്രനെ കാൽവരിയിൽ തകർത്തുകളയാൻ പിതാവിന് ഇഷ്ടം തോന്നിയത്. സിദ്ധിലാവായ ദൈവം മാനവജാതിയുടെ കയ്യിൽ ക്രൂശിക്കപ്പെട്ടത് വെറുതെയോ കുഞ്ഞുകിളിയോ? അവന്റെ അർത്ഥം ഗ്രഹിക്കാതെ, അവന്റെ ആഴം ഗ്രഹിക്കാതെ, സ്വത്രം നിന്റെ പാപക്കട മാറുമെന്നും നിന്റെ നിത്യശിക്ഷ അനുഭവിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചാൽ എന്നെ പോലെ പൊട്ടനും മണ്ടനുമായി വേറെടുക്കുന്നില്ല. ദൈവീയ വ്യവസ്ഥയുണ്ട്. എന്താണ് ദൈവീയ വ്യവസ്ഥ? വേഗത്തിൽ ഞാനതോട് പറഞ്ഞിരിക്കട്ടെ. റോമൻസ് 10:9-10. റോമലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ. യേശുവിനെ കർത്താവെന്ന് വായുവിൽ ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്നും ഹൃദയങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ദൈവിക
വ്യവസ്ഥയിലാണ്. സ്വന്തം നീ ഞാൻ ആരുമാകട്ടെ, ചാക്കുവാകട്ടെ, നാരായണനാകട്ടെ, മുഹമ്മദാകട്ടെ, ആരുമാകട്ടെ, കർത്താവിന്റെ സ്തോത്രം. നിന്റെ പേരെന്തുമാകട്ടെ, നിന്റെ അപ്പന്റെ പേരെന്തുമാകട്ടെ, സ്തോത്രം, നിന്റെ കുലമേതുമാകട്ടെ, നിന്റെ റേഷനേതുമാകട്ടെ, നിന്റെ രാജ്യമേതുമാകട്ടെ, ദൈവത്തിന്റെ വസ്തുതി പിതാവായ ദൈവം എന്റെ പുത്രനെ കാൽവരിയിൽ അറുത്തു കളഞ്ഞതിന്റെ ആഴം മനസ്സിലാക്കി എഴുതിയിരിക്കുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയും. ശ്രദ്ധിക്കുക, എങ്കിൽ നീ രക്ഷിക്കപ്പെടും. എന്താണ് നീ ചെയ്യേണ്ടത്? കർത്താവിന്റെ സ്തോത്രം. നീ എന്തുകൊണ്ടാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത്? ഞാനൊരു ക്രിസ്ത്യാനിക്കൊണ്ടല്ല വിശ്വസിക്കുന്നത്. ഇനിയോ യേശു കാൽവരിയിൽ മരിച്ചത് എന്റെ മരണമാണ്, എന്റെ മരണമാണ്. അവൻ ഏറ്റത്, ഞാൻ മരിക്കേണ്ടിടത്താണ് അവൻ മരിച്ചത്. അവനെ ദൈവം മരിച്ചെന്ന് ഉയർപ്പിച്ചു. ആ യേശു എന്റെ കർത്താവും എന്റെ രക്ഷകനുമാണ്. ഇതുപോലെ കാലം ദൈവത്തിന്റെ സ്വന്തം പരിശുദ്ധമാണ് ഒരവസ്ഥ നിങ്ങൾ കയറുന്നു. കർത്താവിലാസിന് നിങ്ങളുടെ സുഹൃത്തിന് ഞാൻ കർത്താവിലാഭരണം ചെയ്യുന്നു. ഇതുപോലെ കാലം ക്രൂശിൽ കിടന്ന് കള്ളൻ കിട്ടിയ നിമിഷത്തിൽ അവർ ഗ്രേസ് പീരീഡ് ആയിരുന്നു. ഇതുപോലെ കാലം ആരറിഞ്ഞു ഈ നിമിഷത്തിന്റെ ഗ്രേസ് പീരീഡ് ആയിരിക്കാം. സഹോദര, ഗ്രേസ് പീരീഡ് അവഗണിക്കത്തില്ല, കൃപയും അവഗണിക്കത്തില്ല. ഏത് നിമിഷം സ്വന്തം കാലമില്ല, കാലത്തിന്റെ നിരശീലമില്ല, കാലത്തിന്റെ നാളം വെളിപ്പെടുവാൻ സമയമായി. കർത്താവിന്റെ സ്തോത്രം. നീ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു പ്രാർത്ഥന വിശ്വസിച്ചുകൊണ്ട് വാഗൊണ്ട് പറയില്ലാതെ വിനയോ it begins from your heart, should begin from our heart. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ യേശുവേ നിന്റെ മരണത്തിന്റെ ആഴം മനസ്സിലാക്കുന്നു. നീ മരിച്ചത് എനിക്ക് വേണ്ടിയാണ്. എന്റെ മരണം വയ്ക്കുക, നീ മരിച്ചു. എന്റെ മരണമാണ് വിമർശിച്ചത്. എന്റെ പാപത്തിന്റെ കടം മാറ്റുക. യേശുവേ ഇത് മരിക്കാൻ ഞാൻ അംഗീകരിക്കുന്നു. നീ എന്നെ സ്വീകരിക്കണമേ. ഹൃദയത്തിന്റെ ഉള്ളിൽ വിശ്വസിച്ചുകൊണ്ട് നീ ഏറ്റുപറയുമ്പോ ദൈവത്തിനെ അംഗീകരിക്കുകയാണ്. അവിടെ നിന്റെ രക്ഷയുടെ തുടക്കമാണ്, അവിടെ നിന്റെ രക്ഷയുടെ തുടക്കമാണ്. ഹല്ലേലൂയ. അത് തുടങ്ങി സ്തോത്രം. അവിടെ മുതൽ ഈ ഒരു പുതിയ മനുഷ്യനാണ് മുങ്ങിയാണ്. സ്തോത്രം. ദൈവത്തിന് വന്നിട്ട് പറയുന്നു. ശ്രദ്ധിക്കും. റോമാലേഖനം 3-ാം അധ്യായം 6-ാം അധ്യായം 3 മുതൽ 8 വരെ. റോമൻസ് 6:3-8. ഇതിനൊരു പ്രാക്ടിക്കൽ സൈഡ് ഉണ്ട്. ശ്രദ്ധിക്കൂ. നീ വിശ്വസിച്ച വിശ്വാസത്തിന് യേശു എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ മരണമാണ് യേശു മരിച്ചതെന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന, ശ്രദ്ധിക്കണമേ, ആ വിശ്വാസത്തിന് ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഉണ്ട്. ഹൃദയത്തിന്റെ ഉള്ളിൽ വിശ്വസിച്ച വിശ്വാസത്തിന് പുറമേ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. നീ ഹൃദയത്തിൽ വിശ്വസിച്ച വിശ്വാസത്തിന്റെ ഒരു സ്ഥിരീകരണം ദൈവത്തിൽ വെച്ച ഒരു അവസ്ഥയുണ്ട്. വായിച്ചോ 3-8. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരെ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായിരിക്കുന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിൽ തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരാണെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാത്തവണ്ണം പാപ ശരീരത്തിൽ നീക്കം വരേണ്ടതിനും നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടെന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ഇവിടെ വായിച്ച ശ്രദ്ധിക്കണമേ. അപ്പോൾ യേശു കാൽവരിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇതെല്ലാം ഒന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർ 3:10 പറയുന്നു. എന്താ? അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന ആ അനുഭവം അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് പറയുക? ശ്രദ്ധിക്കണമേ. There is a mystical relation, there is a mystical union between Christ and Christ's disciple. യേശുവിന്റെ സഭയുടെ ഭാഗമെന്നും വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതല് യേശുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാകുവാനുള്ള ഒരു മാർമിക
യേശു ക്രിസ്തുവിന്റെ മരണത്തോട് പങ്കാളികളാകുമെന്ന്. സ്വത്രം ഒറിജിനൽ ഭാഷയിൽ രേഖപ്പെടുത്തിയുള്ള 2 ഭാഗങ്ങളാണ്. 3, 10 ഫിലിപ്പിയരും 6, 5 ഇവിടെ ഗ്രീക്ക് ഭാഷ, ഗ്രീക്ക് ബൈബിൾ 6 വാക്യം. സ്വത്രം 5-ാം വാക്യം കർത്താവിന്റെ സ്തോത്രം. യേശുവിന്റെ മരണത്തിന് പങ്കാളികളാകണം. അപ്പോൾ യേശുവിന്റെ മരണത്തിന് പങ്കാളിയാകണമെങ്കിൽ സ്വത്രം ദൈവത്തിന്റെ നീതിയായ ക്രിസ്തുവിന്റെ മരണം എനിക്ക് മരിക്കാൻ പറ്റത്തില്ല. അവൻ എനിക്ക് വേണ്ടി മരിച്ചു. എന്നാൽ ആ മരണത്തിൽ നീ പങ്കാളിയാകുവാൻ ദൈവം വെച്ചിരിക്കുന്ന ദൈവിക വ്യവസ്ഥയാണ് സ്നാനം എന്നുള്ളത്. നീ സഹവിയായിരിക്കുന്ന സഹോദര സഹോദരൻ കുഞ്ഞുങ്ങളെ, ഈ മുങ്ങിയതോടൊന്നും അല്ല ശരി, മുങ്ങടല്ലേ അതെവിടെയും പോയി മുങ്ങാനും. ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും 10 വയസ്സ് മുതൽ പിള്ളേർ പറയാൻ തുടങ്ങുന്നുണ്ട്. പലരും ആങ്ങളെ എനിക്ക് സ്നാനപ്പെടണം, കർത്താവിന്റെ സ്തോത്രം. പലരും പറയാൻ ആഗ്രഹം തോന്നുന്നുണ്ട്, കർത്താവിന്റെ സ്തോത്രം. ഇന്ന് ചില പിള്ളേർ പറഞ്ഞപ്പോഴും അവരുടെ എനിക്ക് ചെറുതി വരും. ഞാൻ അവരുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. I want to know whether they are assured, they are convinced of their salvation. അവിടെ രക്ഷയെക്കുറിച്ച് ഉറപ്പുണ്ടോ? എന്താണ് അതിന്റെ അർത്ഥം? അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? പ്രിയപ്പെട്ട വിശ്വാസികളെ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗണ്ടേക്ക് പറഞ്ഞ് സ്വന്തം നീ ചെയ്യുന്ന നിന്റെ ഇന്റേണൽ ഫെയ്ത്തിന്റെ baptism is the outward expression of your inner conviction. നിന്റെ ആന്തരിക കൺവിക്ഷന്റെ പുറമേയുള്ള എക്സ്പ്രഷൻ ആണ് സ്നാനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനവ്യവസ്ഥയിൽ യേശു ക്രിസ്തുവിന്റെ മരണം എന്റെ മരണമാണ്. ആ മരണത്തിൽ ഞാൻ പങ്കാളികളായി തീരുവാനുള്ള ദൈവിക വ്യവസ്ഥയാണ് ഇതെന്ന് വിശ്വസിച്ച് ആ കൺവിക്ഷനോടുകൂടിയാണ് ഒരുവനെ സ്നാനപ്പെടുത്തേണ്ടത്. അല്ലാതെ കാര്യസാധനത്തിന് വേണ്ടിയൊക്കെ ചെയ്തതിനും പിടിക്കപ്പെടും. മേളിൽ ചെല്ലുമ്പോൾ കണക്ക് കൊടുക്കേണ്ടതാണ്. ഇവിടെ ചാകാത്തൊരുത്തനെ കുളിച്ചിട്ടാൽ, നിങ്ങൾ നോക്കൂ, ഈ ചാകാത്തവനെ കുളിച്ചിട്ടാൽ ഇറ്റ്സ് എ ക്രൈം. ചാകാത്തവനെ കുളിച്ചിട്ടാൽ കർത്താവിന്റെ സ്തോത്രം, അതൊരു നിയമപരമായ കുറ്റമാണ്. ഇത് വിശ്വാസമാണ്, കൺഫെഷനാണ്, ഉറപ്പുവരുത്തിയാണ് ചെയ്യുന്നത്. മേച്ചുകയാണ് സ്നാനപ്പെടുത്തുന്ന ശാപകന്റെ ഉത്തരവാദിത്വം ഇതാണ്. ഇവൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഇവന് ഉറപ്പുണ്ടോ? ഇവനൊരു പുതിയ ജീവിതത്തിന് തയ്യാറാണോ? ഇത്ര ഉറപ്പുവരുത്താനേ കഴിയത്തുള്ളൂ. നമ്മൾ മനുഷ്യനല്ലേ, മനുഷ്യന്റെ ഗതി കഴിയാൻ പറ്റത്തില്ലല്ലോ. യേശു ക്രിസ്തുവിന്റെ മരണം, അടക്ക, പുനരുദ്ധാനത്തിൽ പങ്കാളിയാകുവാൻ കഴിയുന്ന ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുള്ള ഏക ദൈവിക വ്യവസ്ഥയാണ് സ്നാനം. ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ, ശ്രദ്ധിച്ചേക്കണം. യേശു ക്രിസ്തുവിന്റെ മരണം, അടക്ക, പുനരുദ്ധാന അനുഭവത്തിൽ പങ്കാളി ആകുവാൻ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള ഏക വ്യവസ്ഥയാണ് സ്നാനം. ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടില്ല. So the question, how can I become conformed to his death? ഇത് മറക്കാൻ പൗലോസിനെ പോലെ ഏത് മരിച്ചവിടുന്ന് പുനരുദ്ധാനം പ്രാപിക്കുവാനാണ് എന്റെ ആഗ്രഹം എന്ന് പൗലോസിനെ പോലെ ആഗ്രഹിക്കുന്ന ദൈവവൈദ്യരെ, നീ എന്നോട് ചോദിക്കുക, പാസ്റ്ററെ, എനിക്കും ആഗ്രഹം വല്ലവിധരെ മരിച്ചോട് പുനരുദ്ധാനം പ്രാപിക്കണം. അതുള്ള വഴിയേതാണ് യേശു ക്രിസ്തുവിനെ അറിയണം, അവന്റെ പുനരുദ്ധാനത്തിന് ശക്തി അറിയണം. 3, അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരും. നിനക്ക് പങ്കാളിത്തം ഉണ്ടാകണം. ദൈവനീതിയുടെ പാത്താണ്, ദൈവനീതിയുടെ പാത്തായ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ നിനക്കൊരു പങ്കാളിത്തം. അതെങ്ങനെ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്? സ്വന്തം യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുക, അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. സ്നാനത്താൽ അവനോട് കുഴിച്ചിടപ്പെട്ടു. പഴയ മനുഷ്യൻ മരിച്ചു, നീ പുതിയ മനുഷ്യനായി എടുത്തു വന്നു. ആ അനുഭവത്തിലൂടെ നീ വിശ്വസിച്ച് അംഗീകരിച്ച് കൺവിക്ഷനോടുകൂടെ യേശുവിന്റെ മരണത്തിൽ പങ്കാളിയായി തീരുക. നിന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ പിതാവായ ദൈവം നിന്റെ മേലുള്ള ശിക്ഷ ദൈവം എടുത്തു മാറ്റുകയാണ്. ദൈവം അംഗീകരിക്കുകയാണ്. God approves it.
He knows it. You could die in the death of Christ. But when you show your willingness, when you come into your life, when you are willing to become partakers of the death of Christ, being identified with his death, burial and resurrection through baptism, God accepts you. You are included in the death of Christ. യേശുവിന്റെ മരണത്തിൽ നിന്നെ ഒരു പങ്കാളിയാക്കിയാണ് കർത്താവ്. അപ്പോൾ അവനൊരു ഉറപ്പുടെ തരുന്നു, യേശുവിന്റെ മരണത്തിൽ നീ പങ്കാളിയായതിനാൽ അവനോടുകൂടെ നീ ജീവിക്കുന്നതോടുകൂടെ. അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും നീ അംഗീകരിച്ചേക്കുമ്പോൾ ദൈവം നിന്നെ അക്സെപ്റ്റ് ചെയ്യാണ്. എന്റെ വാക്കുകളെ ഞാൻ അവിടെ നിർത്തുന്നു.